2025 ജനുവരി 17-ാം തീയതി ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിച്ച 15-ാം കേരള നിയമസഭയുടെ 13-ാം സമ്മേളനം 3 ഘട്ടങ്ങളിലായി 22 ദിവസത്തെ സിറ്റിംഗ് പൂർത്തിയാക്കി ഇന്ന് അവസാനിക്കുകയാണ്. ജനുവരി 20-ന് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണം സംബന്ധിച്ച റഫറൻസോടെ സമ്മേളനത്തിന്റെ 2-ാം ദിനം പിരിയുകയുണ്ടായി. തുടർന്ന് വ്യത്യസ്ത ദിനങ്ങളിലായി മുൻ മന്ത്രി MT പത്മ, മുൻ നിയമസഭാംഗങ്ങളായ P രാജു, K മുഹമ്മദുണ്ണി ഹാജി, പ്രിയ കഥാകാരൻ MT വാസുദേവൻ നായർ എന്നിവരുടെ നിര്യാണം സംബന്ധിച്ച റഫറൻസ് ഈ സമ്മേളനത്തിൽ സഭ നടത്തുകയുണ്ടായി. പ്രധാനമായും 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് പാസാക്കുന്നതിനായി ചേർന്ന ഈ സമ്മേളനത്തിൽ ജനുവരി 21, 22, 23 തീയതികളിൽ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ചയും, ഫെബ്രുവരി 7-ാം തീയതി ബജറ്റ് അവതരണവും, ഫെബ്രുവരി 10, 11, 12 തീയതികളിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയും നടന്നു. തുടർന്ന് ഫെബ്രുവരി 13 മുതൽ 2 ആഴ്ച വിവിധ സബ്ജക്റ്റ് കമ്മിറ്റികൾ യോഗം ചേർന്ന് ധനാഭ്യർത്ഥനയുടെ സൂക്ഷ്മ പരിശോധന നടത്തുകയും ചെയ്തു. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇത് 10-ാം തവണയാണ് പുതിയ സാമ്പത്തിക വർഷാരംഭത്തിന് മുമ്പ് തന്നെ ഫുൾ ബജറ്റ് പാസ്സാക്കുന്നത് എന്ന സവിശേഷത കൂടി ഈ സമ്മേളനത്തിനുണ്ട്. ഇതിനു മുമ്പ് 2023-ലാണ് മാർച്ച് 31-ന് മുമ്പായി ബജറ്റുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടത്. 2025 മാർച്ച് 4 മുതൽ 20 വരെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിലെ ധനാഭ്യർത്ഥനകളിൽ മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും നടന്നു. ധനകാര്യ ധനവിനിയോഗ ബില്ലുകൾ ഉൾപ്പെടെ ഈ സമ്മേളനത്തിൽ സഭ ആകെ 9 ബില്ലുകൾ പാസാക്കി. സഭ പാസാക്കിയ ബില്ലുകൾ 2024-ലെ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ, 2025-ലെ കേരള സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപനവും നിയന്ത്രണവും ബിൽ, 2024-ലെ കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ഭേദഗതി ബിൽ, 2025-ലെ സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ബില്ലുകൾ, 2025-ലെ കേരള സ്പോർട്സ് ഭേദഗതി ബിൽ, 2025-ലെ കേരള ധനകാര്യ ബിൽ എന്നിവ ഉൾപ്പെടുന്നു. പ്രസ്തുത ബില്ലുകൾക്ക് ജനറൽ അമെൻമെന്റ്സ് ഉൾപ്പെടെ ആകെ 6416 ഭേദഗതി നോട്ടീസുകളാണ് ലഭ്യമായത്. അവയിൽ 5678 അംഗങ്ങൾ ബില്ലിന്റെ വകുപ്പുകൾക്ക് നൽകിയ ഭേദഗതി നോട്ടീസുകളായിരുന്നു. ബില്ലുകളുടെ പരിഗണനാ വേളയിൽ അംഗങ്ങൾ നോട്ടീസ് നൽകിയ ഒട്ടേറെ ഭേദഗതികൾ ബന്ധപ്പെട്ട മന്ത്രിമാർ സ്വീകരിക്കുകയുണ്ടായി. രാജ്യത്താദ്യമായാണ് ഒരു സംസ്ഥാന നിയമസഭ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിലേക്കായി ഒരു വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള സമഗ്രമായ ഒരു നിയമം പാസാക്കിയിരിക്കുന്നത് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. പല കാര്യങ്ങൾക്കും ഇതര നിയമസഭകൾക്ക് മാതൃകയായി മാറിയ കേരള നിയമസഭ വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുന്ന കാര്യത്തിലും അത് തുടർന്നിരിക്കുകയാണ്. വയോജനങ്ങളുടെ സേവനങ്ങളും കഴിവുകളും പൊതുസമൂഹത്തിന് പ്രയോജനകരമാക്കുന്നതിന്, അവരുടെ അവകാശ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുമായി ഇത്തരം നിയമം പാസാക്കുന്നതിന് മുൻകൈയെടുത്ത ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയെയും സർക്കാരിനെയും അഭിനന്ദിക്കുന്നു. സമ്മേളന കാലയളവിൽ ചട്ടം 50 പ്രകാരമുള്ള 16 നോട്ടീസുകളാണ് സഭ പരിഗണിച്ചത്. അതിൽ ലഹരി വ്യാപനം, താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകം എന്നീ വിഷയങ്ങളിന്മേൽ 2 നോട്ടീസുകൾക്ക് അവതരണാനുമതി നൽകുകയും തുടർന്ന് സഭ ഇപ്പോൾ നിർത്തിവെക്കുന്നുവെന്ന ഉപക്ഷേപത്തിന്മേൽ 2 മണിക്കൂറിലധികം സമയം വീതം ചർച്ച ചെയ്യുകയുണ്ടായി. യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ലഹരി വ്യാപനം പോലെയുള്ള വിഷയത്തിൽ ചട്ടം 50 പ്രകാരമുള്ള ഉപക്ഷേപത്തിന്മേൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ സന്നദ്ധമായ സർക്കാർ നിലപാട് അഭിനന്ദനാർഹമാണ്. ഈ സാമൂഹ്യ വിപത്തിനെ ചെറുക്കുന്നതിന് സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും തന്നെ കൂട്ടായ ഇടപെടലുകൾ ഉണ്ടാകണം. എല്ലാ സാമാജികരും അക്കാര്യത്തിൽ അതത് മണ്ഡലത്തിലും സംസ്ഥാന തലത്തിലും തങ്ങളുടേതായ പങ്ക് വഹിക്കാൻ തയ്യാറാകണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. വിവിധ ദിവസങ്ങളിലായി സഭയുടെ മേശപ്പുറത്ത് വെക്കപ്പെട്ട 2024-ലെ കേരള പഞ്ചായത്ത് രാജ് ലൈവ് സ്റ്റോക്ക് ഫാമുകൾക്ക് ലൈസൻസ് നൽകൽ, 2021-ലെ കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസനവും ഭേദഗതി, 2021-ലെ കേരള പഞ്ചായത്ത് ബിൽഡിംഗ് അമെൻമെന്റ് റൂൾസ്, 2021-ലെ കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് അമെൻമെന്റ് റൂൾസ്, 2020-ലെ കേരള ട്രഷറി 1ാമത് ഭേദഗതി ചട്ടങ്ങൾ, 2024-ലെ കേരള പഞ്ചായത്ത് രാജ് മൃഗാരോഗ്യ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള മാനേജിംഗ് കമ്മിറ്റി ചട്ടങ്ങൾ എന്നീ ചട്ടങ്ങൾക്ക് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് നോട്ടീസ് നൽകിയ ഭേദഗതികൾ സഭ പരിഗണിക്കുകയും അവയിൽ നിരവധി ഭേദഗതികൾ ബന്ധപ്പെട്ട മന്ത്രിമാർ സ്വീകരിക്കുകയുണ്ടായി. സഭ നൽകിയ അധികാരം വിനിയോഗിച്ചുകൊണ്ട് സർക്കാർ നിർവഹിക്കുന്ന ചട്ടങ്ങൾ നിയമസഭ പാസാക്കിയ മൂലനിയമങ്ങൾക്കനുസൃതവും കുറ്റമറ്റതുമാണെന്ന കാര്യം ഉറപ്പാക്കുന്നതിന് നിയമസഭാംഗങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന അവസരം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ ബഹുമാനപ്പെട്ട അംഗത്തിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ അഭിനന്ദിക്കുന്നു. 1998-ൽ സഭ പാസാക്കിയ കേരള റാഗിംഗ് നിരോധന നിയമപ്രകാരം രൂപീകരിക്കേണ്ട ചട്ടങ്ങൾ നാളിതുവരെ പുറപ്പെടുവിക്കാത്തത് സംബന്ധിച്ച വിഷയം ക്രമപ്രശ്നമായി ഉന്നയിച്ച ബഹുമാനപ്പെട്ട അംഗം ശ്രീ AP അനിൽകുമാറിനെ
ചെയർ അനുമോദിക്കുകയും നിയമത്തിലെ വ്യവസ്ഥകൾ കൂടുതൽ കാര്യക്ഷമമായും സമയബന്ധിതമായും കാലാനുസൃതമായും നടപ്പിലാക്കുന്നതിലേക്കായി വിശദമായ ചട്ടങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ടോ എന്നത് നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ വിശദമായി പരിശോധിക്കണം നിർദ്ദേശിക്കുകയുണ്ടായി. UGC പുതിയ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച ആഴക്കടൽ ധാതുകരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിയമവിരോധി സംബന്ധിച്ച ചട്ടം 118 പ്രകാരമുള്ള 2 ഗവൺമെന്റ് പ്രമേയങ്ങളും 1944 പൊതുക്കടം ആക്ട് റദ്ദു ചെയ്യുന്നതിന് 2006 ഈടുപത്രങ്ങൾ ആക്ടിൽ ആവശ്യമായ ഭേദഗതി വരുത്തുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ചട്ടം 23 പ്രകാരമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രമേയവും ഈ സമ്മേളന കാലയളവിൽ സഭ ഐക്യകണ്ഠേന പാസാക്കുകയുണ്ടായി. സമ്മേളന കാലയളവിൽ 35 ശ്രദ്ധ ക്ഷണിക്കൽ 208 സബ്മിഷനുകളും സഭ മുമ്പാകെ അവതരിപ്പിക്കുകയും ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി പറയുകയും ചെയ്തു. സമ്മേളനത്തിലാകെ 706 രേഖകൾ സഭയുടെ മേശപ്പുറത്ത് വെക്കുകയും നിരവധി നിയമസഭാ കമ്മിറ്റികളുടേതായ 97 റിപ്പോർട്ടുകൾ സഭയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സമ്മേളന കാലയളവിൽ അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങൾക്കായി നീക്കിവെച്ച ഒരു വെള്ളിയാഴ്ച 4 പുതിയ ബില്ലുകൾ ഉൾപ്പെടെ ആകെ 7 പ്രൈവറ്റ് മെമ്പർ ബില്ലുകൾ സഭ പരിഗണിക്കുകയും 5 ബില്ലുകൾ തുടർ ചർച്ചയ്ക്കായി മാറ്റിവെക്കുകയും ചെയ്തു. ഈ സമ്മേളന കാലത്ത് 17 ചോദ്യ ദിവസങ്ങളിൽ ഉത്തരം ലഭിക്കുന്നതിനായി നക്ഷത്ര ചിഹ്നമിട്ടതും നക്ഷത്ര ചിഹ്നമില്ലാത്തതുമായ ആകെ 6650 ചോദ്യങ്ങൾക്കുള്ള നോട്ടീസുകളാണ് ലഭ്യമായത്. ഇതിൽ 94 എണ്ണം വിവിധ കാരണങ്ങളാൽ നിരസിക്കുകയും 33 എണ്ണം പിൻവലിക്കുകയും ചെയ്തു. ശേഷിച്ചവയിൽ 510 എണ്ണം നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളുടെ ലിസ്റ്റിലും 6018 എണ്ണം നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളുടെ ലിസ്റ്റിലും ഉൾപ്പെടുത്തി. ആകെ 6528 ചോദ്യങ്ങൾ അച്ചടിച്ചു. ഇതിൽ നക്ഷത്ര ചിഹ്നമിട്ട 510 ചോദ്യങ്ങൾക്ക് നക്ഷത്ര ചിഹ്നമിടാത്ത 5498 ചോദ്യങ്ങൾക്കും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ ഈ സമ്മേളന കാലത്തിന് ഉത്തരം ലഭ്യമാക്കിയിട്ടുണ്ട്. 526 ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ചോദ്യോത്തര വേളകളിൽ 80 ചോദ്യങ്ങൾ വാക്കാൽ മറുപടി നൽകുന്നതിനായി പരിഗണിച്ചിട്ടുണ്ട്. 550 ദിവസങ്ങളിലായി 627 ഉപചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു. വിവിധ സമ്മേളനങ്ങളിൽ നക്ഷത്ര ചിഹ്നമിട്ട ഒരു ചോദ്യത്തിന്റെയും നക്ഷത്ര ചിഹ്നമിടാത്ത 3 ചോദ്യങ്ങളുടെയും ഉത്തരത്തിൽ തെറ്റിദ്ധരുത്തിക്കൊണ്ടുള്ള പ്രസ്താവനകൾ ഈ സമ്മേളനത്തിൽ സഭയിൽ സമർപ്പിക്കുകയുണ്ടായി. ഈ സമ്മേളനത്തിലെ ചോദ്യങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂരിപക്ഷ ചോദ്യങ്ങൾക്കും മറുപടി ലഭ്യമാക്കാൻ ബന്ധപ്പെട്ട മന്ത്രിമാർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും ഏതാനും മറുപടികൾ കൂടി ലഭ്യമാക്കുണ്ടെന്ന് കാണുന്നത് ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക വിഭജനകാര്യ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം കായികം വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി എന്നിവർ ഈ സമ്മേളനത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഇതിനകം മറുപടികൾ നൽകിയിട്ടുണ്ട്. നിയമസഭാ ചോദ്യങ്ങൾക്ക് യഥാസമയം മറുപടി ലഭ്യമാക്കുന്നതിൽ മറ്റു മന്ത്രിമാർക്കും ഈ മാതൃക സ്വീകരിക്കാവുന്നതാണ്. ഇനിയും മറുപടി നൽകാനുള്ള ചോദ്യങ്ങൾക്ക് പൂർണ്ണമായും ചട്ടം അനുശാസിക്കുന്ന വിധം മറുപടി ലഭ്യമാക്കാൻ ശ്രദ്ധിക്കണമെന്ന് ചെയർ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സഭയുടെ 13ാം സമ്മേളന കാലത്ത് എല്ലാ നടപടികളും സമയബന്ധിതമായി പൂർത്തീകരിച്ച് സമ്മേളനം വിജയിപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ്, വിവിധ കക്ഷി നേതാക്കൾ, മറ്റ് സഭാംഗങ്ങൾ എന്നിവർ കാണിച്ച സഹകരണത്തിന് എല്ലാ പേർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ സമ്മേളനം വിജയിപ്പിക്കുവാൻ ആവശ്യമായ സഹായ സഹകരണം നൽകിയ നിയമസഭാ സെക്രട്ടേറിയറ്റിലെയും വിവിധ വകുപ്പ് തലങ്ങളെയും ഉദ്യോഗസ്ഥർ, പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ, പത്ര ദൃശ്യമാധ്യമ പ്രവർത്തകർ, വിവിധ സേനാ ഉദ്യോഗസ്ഥർ എന്നിവർക്കും ചെയർ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഹൃദ്യമായ ഈദുൽ ഫിത്തർ വിഷു ആശംസകൾ നേരുന്നു. അറിയിപ്പാണ്. അംഗങ്ങൾക്കായി മെമ്പേഴ്സ് ക്യാൻറ്റീനിൽ ഒരു നോമ്പുതുറ ഒരുക്കിയിട്ടുണ്ട്. സഭ പിരിഞ്ഞതിനു ശേഷം ബഹുമാനപ്പെട്ട മന്ത്രിമാരും അംഗങ്ങളും മെമ്പേഴ്സ് ക്യാൻറ്റീനിൽ എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹൃദ്യമായ ഈദുൽ ഫിത്തർ, ഈസ്റ്റർ, വിഷു ആശംസകൾ നേരുന്നു. ഓർഡർ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നു.